എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുലമായ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് 18-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യം തിരഞ്ഞെടുത്തിരിക്കുന്നു. സങ്കീർത്തനം 18-1. എൻ്റെ ബലമായ യഹോവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഇന്നത്തെ ചിന്തയുടെ തലക്കെട്ട് തന്നെ അതാണ്, എൻ്റെ ബലമായ ദൈവം. ദൈവത്തെ ഒരു അതുല്യ ശക്തിയായും ജ്ഞാനമായും മർമ്മമായും ഒക്കെ ലോകത്തിലെ വിവിധ മതങ്ങൾ ചിത്രീകരിക്കുന്നുണ്ട്. വ്യക്തിത്വമില്ലാതെ ചില വികാരങ്ങളുടെ പ്രതിരൂപമായി കണക്കാക്കുന്നവരുമുണ്ട്. എന്നാൽ വികാരങ്ങളുള്ള ഒരു ആളത്വമായി വ്യക്തമായി ചിത്രീകരിച്ചിരിക്കുന്നത് ക്രിസ്തു മാർഗത്തിലാണ്. ദൈവത്തെ സ്നേഹിക്കുക എന്ന ഉപദേശം തന്നെ പുതുമയുള്ളതാണ്. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെയാണ് നാം സ്നേഹിക്കുന്നത്. അടുപ്പമുള്ളവരെയും കടപ്പാടുള്ളവരെയും നമ്മൾ പല അളവിൽ സ്നേഹിക്കാറുണ്ട്. നമ്മുടെ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ കൽപ്പന, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം എന്നുള്ളതാണ്. അതായത് നമ്മുടെ പൂർണ്ണ ആളത്വവും മുഴുകിയ ഒരു അർപ്പണ മനോഭാവത്തോടു കൂടിയ സ്നേഹമായിരിക്കണം. അതാണ് അതിൻ്റെ സാരം. ശരീരാത്മദേഹികൾ മുഴുവനും ഒന്നിച്ചു ചേർന്ന് സ്നേഹത്തിൻ്റെ മികവിലും തികവിലും മിഴിവിലും അതിൻ്റെ പൂർണ്ണതയിലും വളർത്തിയെടുക്കേണ്ട ഒരു സ്നേഹബന്ധമാണ് നമുക്ക് ദൈവവുമായി ഉണ്ടാകേണ്ടത്. യജമാനനെ പ്രസാദിപ്പിക്കാൻ പാടുപെടുന്ന അടിമയുടെ മനോഭാവം അല്ല. ശമ്പളത്തിന് വേണ്ടി വേല ചെയ്യുന്ന കൂലിക്കാരൻ്റെ മനോഭാവവുമല്ല. കിട്ടാനുള്ളത് മുഴുവൻ വാങ്ങിക്കാൻ ഒരുങ്ങി നടക്കുന്ന അവസരവാദിയുടെ ശൈലിയുമല്ല. പിന്നെയോ, സ്നേഹിക്കുന്ന വ്യക്തിക്ക് മുഴുവനും അർപ്പിച്ചുള്ള സ്നേഹത്തിൽ നിന്ന് ഉടലെടുക്കുന്ന ചുമതലാബോധവും സേവന മനോഭാവവും വിളങ്ങിക്കാണുന്ന സ്നേഹമാണ് കാതലായി വരേണ്ടത്. ഈ സ്നേഹത്തിന് കടപ്പാടുണ്ട്. അടിച്ചേൽപ്പിച്ചതല്ല, ഉള്ളിൽ നിന്നും പൊങ്ങി വരുന്നതാണ്. കുരിശിൽ നഗ്നനായി കിടന്ന് എല്ലാ അപമാനവും ഏറ്റുവാങ്ങി തൻ്റെ ജീവൻ തന്നു കാണിച്ച സ്നേഹത്തിന് പകരമായി നമുക്ക് യാതൊന്നും കൊടുക്കാനില്ല. കൊടുക്കാനുള്ളതോ നമ്മെ തന്നെയാണ്. മറ്റൊന്നും കൊടുത്ത് ദൈവത്തെ നമുക്ക് തൃപ്തിപ്പെടുത്താനാവില്ല. ഒരു പിതാവിൻ്റെ കരുതലും ഒരു സ്നേഹിതൻ്റെ സഹിത്വവും മാതാവിൻ്റെ സ്നേഹവായ്പും ആശ്വാസവും സ്നേഹിക്കുന്ന ഭർത്താവുമായുള്ള ജീവിതത്തിൻ്റെ സന്തോഷവും തീവ്രതയും എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ബന്ധമാണ് ഈ സ്നേഹബന്ധം. ഈ സ്നേഹത്തിന് തുല്യമായി ഈ ലോകത്തിലൊന്നുമില്ല. ഈ കർത്താവിനെ എങ്ങനെയാണ് സ്നേഹിക്കാതിരിക്കുക? പൗലോസ് അതുകൊണ്ടാണ് പറഞ്ഞത്, ഈ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർതിരിക്കാൻ ഈ ലോകത്തിലെ യാതൊരു ശക്തിക്കോ പ്രതികൂലമായ സാഹചര്യങ്ങൾക്കോ സാധ്യമല്ല എന്ന പ്രസ്താവന. അത് പട്ടിണിയോ ഉപദ്രവമോ പശിയോ എന്തുമായിക്കൊള്ളട്ടെ, ഒന്നിനും ക്രിസ്തുവിനോടുള്ള സ്നേഹബന്ധത്തിൽ നിന്ന് തന്നെ വേർതിരിക്കാൻ കഴിയില്ല എന്ന് പൗലോസ് പറയുന്നു. നമ്മൾ വായിച്ച ഭാഗത്ത് എൻ്റെ ബലം എന്നാണ് ദൈവത്തെക്കുറിച്ച് വർണ്ണിക്കുന്നത്. ഒരു വ്യക്തി യഥാർത്ഥത്തിലുള്ള ബലം പ്രാപിക്കുന്നത് അവൻ്റെ ശരീരാത്മദേഹികൾ ബലപ്പെടുമ്പോഴാണ്. മൂന്നും ബലപ്പെടുമ്പോഴാണ് യഥാർത്ഥമായ ബലം പ്രാപിക്കുന്നത്. മനോബലം, ശാരീരിക ബലം, ആത്മബലം. യേശുവിനെ അറിഞ്ഞ് അനുഭവിച്ചവർക്ക് അവിടുന്ന് ഈ മൂന്ന് ബലത്തിനും മതിയായവനാണ്. സൈന്യത്താലല്ല, ശക്തിയാലല്ല, തൻ്റെ ആത്മാവിനാലത്രേ എന്ന് വാഗ്ദത്തം ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ്. മുമ്പിലുള്ള മഹാപർവ്വതങ്ങളെ സമഭൂമിയാക്കി മാറ്റാനുള്ള ആത്മബലം നൽകുന്നവനാണ് നമ്മുടെ ദൈവം. അവിടുന്ന് ഉന്നതനും ശാശ്വതവാസിയുമാണെങ്കിലും താഴ്മയും മനസ്താപവുമുള്ളവർക്ക് മനോചൈതന്യം വരുത്താൻ
താഴ്മയും മനോവിനയമുള്ളവരോടുകൂടെ വസിക്കുന്ന ദൈവമാണ്. യെശയ്യാ പുസ്തകം 57 അധ്യായത്തിൻ്റെ 15 വാക്യം അതാണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ദൈവ സാന്നിധ്യം മനുഷ്യന് ധൈര്യവും ബലവും നൽകുന്നു. കൂടാതെ വചനവും വാക്കുകളും സർവ്വദേഹത്തിനും സൗഖ്യം നൽകുന്നു. എല്ലാ തരത്തിലുമുള്ള ബലം നൽകുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. സങ്കീർത്തനം 16:8-9 വാക്യത്തിൽ, ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുൻപിൽ വെച്ചിരിക്കുന്നു. അതുകൊണ്ടുള്ള ഭാഗ്യാവസ്ഥ 3 തരത്തിലാണ്. എൻ്റെ ഹൃദയം സന്തോഷിച്ച്, എൻ്റെ മനസ്സാനന്ദിച്ച്, എൻ്റെ ജഡം നിർഭയമായി വസിക്കും. യഹോവ എൻ്റെ ബലം. തനിക്ക് വേണ്ടി മാത്രം വീണ്ടെടുത്ത് വേർതിരിക്കപ്പെട്ടവർക്ക് ഒന്നേ പറയാനുള്ളൂ: അസാധ്യമായ കാര്യങ്ങൾ തൻ്റെ ജനത്തിനു വേണ്ടി ചെയ്ത യഹോവ നല്ലവൻ. തൻ്റെ ജനത്തിനു വേണ്ടി മാത്രം ഇതുപോലെ ഭയങ്കരവും അതിശയകരവുമായ കാര്യങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവമാണ് എൻ്റെ ബലം. ഈ ദൈവം എനിക്കെതിരായി പ്രവർത്തിക്കുന്ന എല്ലാ ശക്തികളുടെ മേലും ഇതുപോലെ ജയമെടുക്കുന്ന ദൈവമാണ്. ദാവീദിനെ തിരഞ്ഞെടുത്ത് അവൻ ചെന്നിടത്തൊക്കെയും ബലം പ്രാപിച്ച് ജയമെടുത്തത് യഹോവ അവൻ്റെ ബലമായതുകൊണ്ട് മാത്രമാണ്. യഹോവയെ തൻ്റെ ബലമായിട്ട് കണ്ടെത്തിയ ഒരു ഭക്തന് എന്നും പറയാനുള്ളൊരു കാര്യം സങ്കീർത്തനം 28:7 താൻ യഹോവയിൽ ആശ്രയിച്ചപ്പോൾ തനിക്ക് സഹായം ലഭിച്ചു. അതുകൊണ്ട് തൻ്റെ ഹൃദയം ഉല്ലസിക്കുകയും പാട്ടോടെ ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ ബലത്തിൽ പൂർണ്ണമായും താൻ ആശ്രയിക്കുമ്പോൾ എനിക്ക് സഹായം ലഭിക്കുന്നു എന്നുള്ളത് ആർക്കും ചോദ്യം ചെയ്യാനാവാത്ത വാസ്തവമാണ്. അതുകൊണ്ട് എൻ്റെ ഹൃദയത്തിൽ എന്നും ഉല്ലാസവും വായിൽ സ്തുതികളും ഉണ്ട്. 46 സങ്കീർത്തനത്തിൽ വായിക്കുന്നു, ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. അതുകൊണ്ട് കഷ്ടങ്ങളില്ലാതെ വരുന്നില്ല. പക്ഷേ പിടിച്ചുകുലുക്കുന്ന കഠിനശോധനയുടെ നടുവിലും ഭയമില്ലാതെ ഇരിക്കാനും സഹായം തരുന്ന ഒരു തുണയായും ബലമായും ദൈവത്തെ അനുഭവിക്കാൻ നമുക്ക് സാധിക്കും. 84 സങ്കീർത്തനത്തിൽ പറയുന്നു, ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. സഹായിക്കാൻ ആരുമില്ലാത്ത അവസ്ഥയിലും ബലഹീനരും വിലയില്ലാത്തവരുമായി തള്ളപ്പെടുന്ന അവസ്ഥയിലും ധൈര്യപ്പെടുത്തുന്ന വാഗ്ദത്തമാണത്. ബലം തന്നിലുള്ള മനുഷ്യൻ്റെ മുൻപിൽ കണ്ണുനീർ താഴ്വരയുണ്ട്. അതിലൂടെ കടക്കുമ്പോൾ ആ താഴ്വര ജലാശയമായി ഉറവകളുടെയും താഴ്വരയായി മാറ്റപ്പെടുന്നു. നീരുറവ് അനേകർക്ക് പ്രയോജനപ്രദവും നയനാനന്ദകരവും അനുഗ്രഹകരവുമായ അനുഭവങ്ങളെ കുറിക്കുന്നു. ദൈവജനം കണ്ണുനീർ താഴ്വരയിലൂടെ കടന്ന് ഇറങ്ങി വരുമ്പോൾ മറക്കാനാവാത്ത അനുഭവങ്ങളുമായിട്ടാണ് പുറത്തു വരുന്നത്. അവർ അത് കടക്കുമ്പോഴൊക്കെയും അനുഗ്രഹിക്കുന്ന മുൻമഴ തരുന്ന ദൈവമുണ്ട്. മേൽക്കുമേൽ ബലം പ്രാപിക്കുന്ന അനുഭവം ദൈവം അവർക്കായി ഒരുക്കി വച്ചിരിക്കുന്നു. മാത്രമല്ല, അവർ കടന്ന താഴ്വര പുറകെ വരുന്ന അനേകർക്ക് ദാഹം തീർക്കുന്നതും കുളിർമ നൽകുന്നതുമായ നീരുറവയാക്കി മാറ്റുന്ന കൃപയും ദൈവം അവർക്ക് നൽകിയിരിക്കുന്നു. ഇതിനെല്ലാം കാരണം ബലം ദൈവത്തിൽ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളത് മാത്രമാണ്. അനുഗ്രഹപൂർണതയും ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതുമൊക്കെ അവർക്കായി ദൈവം ഒരുക്കിയിരിക്കുന്നു. യെശയ്യാ പുസ്തകം 40 അധ്യായത്തിൻ്റെ 28 വാക്യം വായിക്കുമ്പോൾ, യഹോവ നിത്യദൈവം, അവിടുന്ന് ക്ഷീണിക്കാത്തവനും തളർന്നു പോകാത്തവനുമാണ്. ക്ഷീണിച്ചിരിക്കുന്നവന് ബലം നൽകുന്നു, ബലമില്ലാത്തവന് ബലം നൽകുന്നു. അവിടുത്തെ ബുദ്ധി അപ്രമേയമാണ്. ഭൂമിയുടെ അറുതികളെ സൃഷ്ടിച്ചവൻ താനാണ്. തന്നെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവിടുന്ന് മഹത്വത്തിൻ്റെ രാജാവാണ്, ബലവാനും യുദ്ധവീരനുമാണ്. തന്നെ കാത്തിരിക്കുന്നവരുടെ ബലം വർദ്ധിക്കുന്നു, ശക്തി വർദ്ധിക്കുന്നു. ബലം പ്രാപിക്കാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ: ദൈവത്തിൻ്റെ മഹത്വം ധ്യാനിക്കുക, ഓർക്കുക, ദൈവത്തെ സ്തുതിക്കുക. പുതിയ ദിനത്തിൻ്റെ പ്രഭാതത്തിൽ ദൈവം എൻ്റെ ബലമെന്ന് പറയാൻ നമുക്ക് സാധിക്കട്ടെ. നമ്മൾ ബലഹീനരാകാം, നമ്മൾ നിസ്സഹായരാകാം, ശൂന്യതാബോധം നമ്മളെ ചൂഴ്ന്നു നിൽക്കാം. എന്നാൽ ദൈവത്തിൻ്റെ ബലം
നമ്മുടെ ബലമാണ്. ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഇതിനെ തുടർന്ന് ദൈവത്തിൻ്റെ ബലവും സങ്കേതവും പാറയും അങ്ങനെയുള്ള ഒരുപാട് ചിന്തകൾ വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു. അടുത്ത ധ്യാനത്തിൽ നമുക്കതിനെക്കുറിച്ച് ചിന്തിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, അവിടുന്ന് ഞങ്ങളുടെ ബലമായിരിക്കുന്നതിനായി നന്ദിയോടെ സ്തോത്രം. അങ്ങേ ആഴമായി സ്നേഹിപ്പാൻ ധാരാളം അനുഭവങ്ങൾ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ടല്ലോ. ഞങ്ങൾ ഭയത്തിൽ നിന്ന് അങ്ങയെ സ്നേഹിക്കുന്നവരല്ല. കർത്താവ് ഞങ്ങളുടെ രക്ഷകനാണ് എന്ന ബോധ്യത്തോടെ അങ്ങയെ സ്നേഹിക്കുന്നു. പുതിയ ദിവസത്തിൻ്റെ പ്രഭാതത്തിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. കർത്താവെ, ബലപ്പെടുവാനുള്ള കൃപ നൽകണമേ. ഇന്ന് പ്രഭാതം മുതൽ പ്രദോഷം വരെ ഞങ്ങളുടെ സകല ആവശ്യങ്ങളെയും ഞങ്ങളുടെ ആഗ്രഹങ്ങളെയും എല്ലാം ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. ബലപ്പെടുത്തി വഴി നടത്തണമേ. ഞങ്ങളുടെ ബലഹീനതയിൽ അവിടുന്ന് ബലമായി ഞങ്ങളെ താങ്ങുന്നവനാകിയാൽ സ്തോത്രം. ലജ്ജിതരായി പോകുവാൻ അവിടുന്ന് ഇടവരുത്തരുതേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. കർത്താവ് നൽകുന്ന അവസരങ്ങളെ നന്നായി അനുഭവിച്ച് സന്തോഷത്തോടെ, തൃപ്തിയോടെ, ആരോഗ്യത്തോടെ ജീവിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ പുതുവർഷം ദൈവം തമ്പുരാൻ എല്ലാവർക്കും നൽകണമേ. യേശു മശീഹ മൂലം പ്രാർത്ഥന ദയവോടെ കേൾക്കുമാറാകണമേ. ആമേൻ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനവും ബലവും അനുഗ്രഹവും നാം എല്ലാവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.